നമസ്കാരം. 24-ന്റെ ജനകീയ വാർത്താ നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് നേരിട്ടെത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ നേരമാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നൊരു പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന പതിവുറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. അധികവും ഈ പരിപാടി നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്രശ്നമാണ് നാട്ടിലെ റോഡിന്റെ പ്രശ്നം. അത് താറുമാറായി കിടക്കുന്ന ഒരുപാട് റോഡുകൾ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ടാർ ചെയ്യാതെ കിടക്കുന്ന റോഡുകൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ ഗണത്തിലേക്ക് ഒരു ഇടം കൂടി വരുന്നു. 1.5 പതിറ്റാണ്ടായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡുണ്ട് അങ്ങ് വയനാട്ടിൽ. നാട്ടുകാർ പരാതികളിൽ നിന്ന് അനവധി നൽകിയെങ്കിലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ആ വാർത്തയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത്, അതിന് കാരണം എന്താണ്, എങ്ങനെയായിരുന്നു ആ പ്രതിഷേധം? ഈ വാർത്ത നൽകും അതിന്റെ വിവരം. പള്ളിക്കുന്ന് വെണ്ണിയോട് പടിഞ്ഞാറത്തറ റോഡിൽ ഇന്നലെ ഒരു പ്രതിഷേധം നടന്നു. ഈ നാട്ടിലെ ഒരു കൂട്ടം യുവാക്കളായിരുന്നു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. കേരളത്തിന്റെ തന്നെ അറിയപ്പെടുന്ന ബാണാസുര ഡാമിലേക്കുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള മെയിൻ റോഡാണിത്. അതുപോലെ തന്നെ ഒരു ദിവസം 5000 മുതൽ 6000 വരെ വണ്ടികൾ പോകുന്ന മെയിൻ റോഡാണിത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ റോഡുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ഇന്നേ വരെ ഈ റോഡിൽ ഒരു അറ്റകുറ്റപ്പണിയോ കാര്യങ്ങളോ നടത്തുന്നില്ല. ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ കാരണം ഇത് സംഘടിപ്പിച്ച യുവാക്കൾ തന്നെ പറയട്ടെ. ഞങ്ങളിപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഞങ്ങൾ കുറേ ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ല എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന ആരും. എല്ലാവർക്കും അതിൻ്റേതായ രാഷ്ട്രീയവും കാര്യങ്ങളും. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടീനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവമല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം നേതാക്കന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിന് ഫണ്ട് പാസ്സാവുന്നുണ്ട്, എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താക്കണം, ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടി മാത്രമാണ് ഇന്നലത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. പള്ളിക്കുന്നിൽ നിന്ന് വെണ്ണിയോട് വഴി പടിഞ്ഞാറത്തറയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണിത്. ബാണാസുര അണക്കെട്ടിലേക്കുള്ള സഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന പാത. കുണ്ടും കുഴിയും കാരണം യാത്രക്കാരുടെ നടുവൊടിയും. ഈ റോഡ് ഒരു 4 കിലോമീറ്റർ ഓഫ് റോഡിന് ഉണ്ടാക്കിയ ട്രാക്ക് പോലെയാണ്. 1 കിലോമീറ്റർ ടാർ ചെയ്യണമെങ്കിൽ 60 ലക്ഷം രൂപ വേണം. ഒരു കാരണവശാലും ജില്ലാ പഞ്ചായത്തിൽ ആരധികാരത്തിൽ വന്നാലും ഇത് ജില്ലാ പഞ്ചായത്തിന് പൂർത്തീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ റോഡ് PWD ഏറ്റെടുക്കണം. ഈ 15 വർഷമായിട്ടുള്ള യാത്രാ ദുരിതം മാറ്റണം. അത്രയാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് റോഡ്. പരിമിതമായ ഫണ്ട് കൊണ്ടൊന്നും പണി തീരില്ല. PWD ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഗ്രാമസഭയിലും എല്ലാത്തിനും പഞ്ചായത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇവർ ഒരു വർഷം മുന്നേ 2 ബോർഡ് വെച്ചു. ഒന്ന് പള്ളിക്കുന്നിൽ, ഒന്ന് വെണ്ണിയോട്. 65 ലക്ഷം റുപ്യ ഈ റോഡിന് വേണ്ടി MLA ഫണ്ട് ഇവിടുത്തെ പ്രസിഡന്റിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ വരുന്ന വഴിക്ക്. ആ ബോർഡ് വെക്കല്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് 1 റുപ്യേൻ്റെ പണിയെടുത്തില്ല. ഇപ്പോൾ ഇലക്ഷനായി കഴിഞ്ഞ് ഇപ്പം ഞങ്ങളിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നത് കോൺട്രാക്ടർമാരെടുക്കുന്നില്ല. ഇതാകെ 5 കിലോമീറ്റർ റോഡ് മൊത്തം ഉള്ളത്. ഇതിലിപ്പോൾ 1 ലക്ഷം റുപ്യ കൊണ്ട് 1 കിലോമീറ്റർ എത്തൂല. ആ സ്ഥിതിയാണുള്ളത്. കംപ്ലീറ്റ് പൊളിച്ച് ചെയ്യണം, അല്ലാതെ ഇതിന് വേറെ വഴിയൊത്തില്ല. അപ്പം ഇത് PWD ഇത് ഏറ്റെടുത്തെന്ന് പറഞ്ഞ് 2 കൊല്ലമായി ജില്ലാ പഞ്ചായത്ത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരു കൊടിയുടെയും തണലിൽ ഈ പ്രതിഷേധത്തെ കെട്ടി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എങ്കിലും നല്ല ജാഗ്രത വേണ്ടിവരും. ജില്ലാ പഞ്ചായത്തായാലും PWD ആയാലും റോഡ് ശരിയായി കിട്ടണം. അതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കാണാമെന്ന് മുന്നറിയിപ്പ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ 1.5 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രതികരണവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ യുവാക്കളൊക്കെ തന്നെ അവരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തെ ഇതേ അവസ്ഥയാണ് ആ റോഡിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ഒരു പരിഹാരവും ആവുന്നില്ല. എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ അവർ പോയി ഈ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അവർ പോയതെന്ന് പറയുന്നു. എന്താണ് ഇനിയും അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. കാരണം കുട്ടികളും മുതിർന്നവരും പ്രായമായവരും എല്ലാം ആശ്രയിക്കുന്ന ഒരേ ഒരു റോഡാണ് അവിടെ ഉള്ളത്. അതിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയുണ്ട് പ്രതികരണങ്ങൾ കാണാം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളുകളിൽ ഇപ്പം കണ്ടല്ലോ നിങ്ങൾ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അതുപോലെ ഓട്ടോറിക്ഷ ഒരുപാട് ആക്സിഡൻറ്റ് ചെയ്തൊക്കെ മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
അതൊക്കെ ഞങ്ങൾ നാട്ടുകാർ കാണുകയാണ്. ഞങ്ങൾ ഒരുപാട് അപേക്ഷ അവരടുത്ത് പറഞ്ഞു. ഒന്നും അവർ നമ്മൾ പറയുന്നതിന് അവർ തിരിച്ചൊരു റിയാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ എല്ലാവരും കൂടി പുറത്ത് ഇതുപോലെ ഐക്യമായിട്ട് മുമ്പോട്ടിറങ്ങി. ഒരുപാട് പോസ്റ്റ് ഇട്ടു, ഒരുപാട് കംപ്ലയിൻറ്റ് കൊടുത്തു. ഒന്നുമില്ല. അവരൊക്കെ ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം. കാരണം വോട്ടിൻ്റെ സമയത്ത് മാത്രം ഞങ്ങളെ സമീപിക്കുക. ആ വോട്ട് കഴിഞ്ഞാൽ നിരവധി വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്. ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ മാറ്റിയിടുക. ഇതിനെ ഭയങ്കരമായിട്ട് അവണിക്കുകയാണ്. നിങ്ങൾ ഇത് ആ റോഡിലൂടെ ഒരു 5 കിലോമീറ്റർ നിങ്ങൾ ട്രാവൽ ചെയ്താൽ മനസ്സിലാവും ഇത്. ഇപ്പോൾ അവിടെ 2 സൈഡും ഞങ്ങൾ ഇന്നലെ പോലും ഞങ്ങളവിടെ പോയി ചാല് കീറിയിട്ടാണ് വെള്ളം ഒഴിവാക്കിയത്. 35 ലക്ഷം രൂപ 100 മീറ്റർ ടാർ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയ സർക്കാർ ഇപ്പോൾ ഈ റോഡിന് ആകെ വെച്ചിരിക്കുന്നത് 60 ചില്ലാൻ രൂപയാണ്. 65 ലക്ഷമോ 67 ലക്ഷം രൂപയാണ്. ഒരു കാരണവശാലും ഈ 4800 വരുന്ന റോഡ് ടാറിങ് ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ ഈ റോഡ് ഈ വയനാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡാണ്. ഞങ്ങൾ ഈ റോഡ് വന്നതിൻ്റെ ശേഷമുള്ള ഒത്തിരി റോഡുകൾ നല്ല അടിപൊളിയായി റോഡ് പണിയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ റോഡ് മാത്രമേ മോശമുള്ളൂ. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് ഞങ്ങൾ റെഡിയാക്കാം, അടുത്ത പ്രാവശ്യം റെഡിയാവും, ഇങ്ങനെ പറയാമെന്നല്ലാതെ ഒരു രക്ഷയില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കോഴിക്കോട് പോയിട്ട് തിരിച്ചെത്തണമെങ്കിൽ ഇവിടെ 7 മണി വരെയാണ് ഇവിടെ ബസ്സുള്ളത്. ബസ് സർവീസ് ആ ഒരു ടൈം വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ ഞങ്ങൾ വരില്ല. ഒന്നിക്കുണ്ടെങ്കിൽ ഇവിടുന്ന് പള്ളിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ എൻഡുള്ളതാണെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. ആ 5 കിലോമീറ്റർ നടക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പം വന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രാദേശിക സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മളോട് നൽകുന്നുണ്ട്. പിന്നെ സന്ധി സംഭാഷണത്തിന് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റ ഡിമാൻഡ് വെച്ചിട്ടും നമുക്ക് ഈ റോഡ് എന്താക്കണം, എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ നമുക്ക് എന്താക്കാം, വോട്ടിനെ കുറിച്ച് പോലും ആലോചിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്നുള്ളതാണ്. യെസ്, അപ്പോൾ കൃത്യമായ വസ്തുത നിരത്തിയാണ് ഈ കാര്യങ്ങളിൽ അവർ പ്രതികരിച്ചത്. നോക്കുക, അതിൽ കണക്കുകളൊക്കെ ഉണ്ട്. എത്ര വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണെന്നൊക്കെ കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. നമുക്കറിയുന്നത് പോലെ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. പലയിടങ്ങളിലും ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഷ്കരിക്കാൻ ആരോഗ്യവകുപ്പ് ആലോചിക്കുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരിലും പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരിലും വ്യത്യസ്ത ലക്ഷണങ്ങൾ പ്രകടമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കാനുള്ള ഈ ആലോചന. രോഗനിർണയത്തിൽ അപാകതകളുണ്ടോ എന്നും വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ഈ വർഷം ഇതുവരെ 129 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 26 പേർ മരിച്ചു. ഏറ്റവും ഒടുവിൽ 18 ദിവസത്തിനിടെ 41 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 5 മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള പ്രതിരോധം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിരോധം എല്ലാം ലംഘിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിക്കാൻ ആലോചിക്കുന്നത്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർക്കും പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നവരിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. വെള്ളത്തിൽ നിന്നാണ് രോഗബാധയുണ്ടാകുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. എന്നാൽ അത്തരം സാഹചര്യത്തിൽ ഇടപഴകാത്തവർക്കും രോഗം ബാധിക്കുന്നു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാത്തതും ആശങ്കയുണ്ടാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 22 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ ഓരോരുത്തർക്കും വെവ്വേറെ രോഗലക്ഷണങ്ങളാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മരിച്ച 9 വയസ്സുകാരിക്ക് ആദ്യ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈറൽ ന്യൂമോണിയ എന്നാണ് കണ്ടെത്തിയത്. മറ്റാരോഗ്യ പശ്ചാത്തലം പരിഗണിക്കാതെ രോഗനിർണയം തിടുക്കപ്പെട്ടു നടത്തുന്നതിൽ അപാകതയുണ്ടാകുന്നുണ്ടോ എന്ന് വകുപ്പ് പരിശോധിക്കുന്നു. നിരന്തരം മാറുന്ന അമീബയുടെ ഘടനാവ്യത്യാസം ലക്ഷണങ്ങളിലും പരിശോധനകളിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വടക്കൻ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത അമീബിക് കേസുകളിൽ രോഗകാരണം കൂടുതലും നെഗ്ലേറിയ ഫൗളേറിയ ആണെങ്കിൽ തെക്കൻ ജില്ലകളിൽ അക്കാന്ത അമീബ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഏകീകൃത ചികിത്സാ പ്രോട്ടോകോൾ പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ. ചികിത്സാ പ്രോട്ടോകോൾ മാത്രമല്ല, നീന്തൽ കുളങ്ങളിലും മറ്റും പാലിക്കേണ്ട ശുചിത്വ മുൻകരുതലടങ്ങിയ മാർഗനിർദ്ദേശങ്ങളടക്കം പുതുക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ ആലോചന. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. യെസ്, ഇതാ നമ്മുടെ നേരത്തെ ആ റോഡിന്റെ പ്രശ്നം കണ്ടപ്പോൾ ഒരുപാട് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. അതിൽ അബ്രഹാം തോമസ് രേഖപ്പെടുത്തിയ ഒരു കമന്റ് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറയുന്നത് തന്നെയാണ്, വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം. കേരളത്തിലെ റോഡുകൾക്ക് എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. കുഴിയിൽ റോഡുണ്ട്, സൂക്ഷിക്കുക.
എന്ന രീതിയിലാണ് ആ കമന്റ്. അപ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പല നാടിലെയും പല ദേശങ്ങളിലെയും റോഡിന്റെ അവസ്ഥ, പ്രത്യേകിച്ചും ഈ ഉൾനാടിലൊക്കെ പോകുന്ന പല സ്ഥലങ്ങളിലുമാണ് ഇത്തരം റോഡുകൾ മോശമായി കിടക്കുന്നത്. എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ എല്ലാം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പാത എല്ലാം നല്ലതാണെന്നല്ല, ചിലയിടങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും നാട്ടുകാർ ഇങ്ങനെ 10 വർഷം അല്ലെങ്കിൽ 15 വർഷമൊക്കെ ആയി ഒരു റോഡിന് വേണ്ടി പറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്, അതിൽ ഇടപെടൽ ഉണ്ടാകട്ടെ. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. വനഭൂമി സംരക്ഷണത്തിന് വേണ്ടി നിയമവും നിയമനിർമ്മാണവും നടക്കുന്ന രാജ്യത്ത് സ്വന്തം ഭൂമി സംരക്ഷിക്കാനാകാതെ കയ്യേറ്റക്കാരുടെ പട്ടികയിൽപ്പെടുകയാണ് ഇടുക്കിയിലെ ചില ഗ്രാമവാസികൾ. പട്ടയഭൂമിയിൽ കഴിഞ്ഞിട്ടും കയ്യേറ്റക്കാരായി മാറുകയാണ് അടിമാലി പടികപ്പ് നിവാസികൾ. മൂന്നാർ ഡിവിഷന് കീഴിൽ വനംവകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിലാണ് 1993 പട്ടയം കിട്ടിയവർ പോലും ഉൾപ്പെട്ടിരിക്കുന്നത്. വന്യജീവി ആക്രമണ സമയത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത വനംവകുപ്പ് കയ്യേറ്റക്കാരൻ എന്ന മുദ്രകുത്തി കുടിയിറക്കാൻ ഒരുങ്ങുകയാണ് ആ പാവങ്ങളെ. പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപേക്ഷ വെച്ച വില്ലേജിൽ പാർട്ടിക്കാർ വന്ന് പറഞ്ഞ് വയ്ക്കുക. പട്ടയം കിട്ടി 2000. 50 സെൻറ്റേ കിട്ടുള്ളൂ. വേറെ വാങ്ങാൻ സ്ഥലമൊന്നുമില്ല. ഇത് പട്ടയമില്ലാത്തൊരു 1 ഏക്കറോളം ഉണ്ട് ഇതിൻ്റെ മുകളിലേക്കുള്ളത്. 1993 മന്ത്രിയുടെ കയ്യിൽ നിന്നും നേരിട്ട് പട്ടയം വാങ്ങിയ ആളാണ് ജോയ്. കാലങ്ങൾക്കിപ്പുറം വനംവകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിലും ജോയിയും ജോയിക്ക് കിട്ടിയ പട്ടയഭൂമിയും ഉൾപ്പെടുന്നു. ഇത് ജോയിയുടെ മാത്രം അവസ്ഥയല്ല. അടിമാലി, നേര്യമംഗലം, മാമലക്കണ്ടം, കുട്ടമ്പുഴ തുടങ്ങി ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലെ നിരവധി പേരാണ് ഇത്തരത്തിൽ കയ്യേറ്റക്കാരായി മാറിയത്. കയ്യിലുള്ള പട്ടയം ഭൂമിയും പട്ടയവും കാണിച്ചാലും കയ്യേറ്റക്കാരാണെന്ന് തന്നെയാണ് വനംവകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നത്. ഫോറസ്റ്റ് ഭൂമിയും, അതായത് നേരെ മുകളിലേക്ക് ഒരു 1 കിലോമീറ്റർ അകലത്തിലാണ് ഫോറസ്റ്റ് ഭൂമി നിൽക്കുന്നത്. ആ 1 കിലോമീറ്റർ അകലത്തിൽ ഫോറസ്റ്റ് ഭൂമിയും ആളുകളുടെ കൃഷിഭൂമിയായിട്ട് തിരിച്ച് പരിശക്കല്ലിൽ നിന്ന് തൊട്ട് പഴമ്പള്ളിച്ചാൽ വരെ ജണ്ടയിട്ടിട്ടുണ്ട്. ആ ജണ്ടയുടെ നടപടി അല്ലാതെ യാതൊരു കാരണവശാലും ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് വരികയോ ഇവിടെ വേറെ ഒരു സർവേ നടത്തുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് 93 എനിക്ക് ഓർമ്മയുണ്ട്, 93 പട്ടയം കിട്ടി. 93 തൊട്ട് ഈ കാലം വരെ എനിക്കും 20 സെൻറ്റ് സ്ഥലത്തിന് പട്ടയമുണ്ട്. അതിൻ്റെ കരവും കാര്യങ്ങളെല്ലാം അടച്ച് കൃത്യമായി പോകുന്ന ഒരാളാണ് ഞാൻ. അത് അടിമാലി വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് 4 163 പട്ടയം വരെ ഓൺലൈനായിട്ടുണ്ട്. ബാലൻസ് ഞങ്ങളുടെ ഒന്നും ഓൺലൈൻ ആക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് എന്നാലും കരവും കാര്യങ്ങളൊക്കെ അടച്ചു പോകുന്നതാണ്. 1977 മുമ്പ് കുടിയേറിയ കർഷകർക്കാണ് 1993 പട്ടയം പതിച്ചു നൽകിയത്. അടിമാലി പടിക്കാപ്പ് മേഖലയിൽ നിന്ന് 27 പേർ പട്ടയം സ്വന്തമാക്കി. പിന്നാലെ അപേക്ഷയും മറ്റുമായി 97 പേരും. കാട് പിടിച്ചു കിടന്ന മലമ്പ്രദേശം വെട്ടിത്തെളിച്ച് കൃഷി ആരംഭിച്ചു. റോഡും പാലവും പള്ളിയും അമ്പലവുമെല്ലാം ഇവിടെ ഉണ്ടായി. പതിറ്റാണ്ടുകൾക്കിപ്പുറം വനഭൂമി കണ്ടെത്തുവാനുള്ള വനംവകുപ്പിന്റെ ശ്രമത്തിനൊടുവിൽ പട്ടയഭൂമി വനമാണ് എന്നായി. 978 കുടുംബങ്ങളാണ് വനം കയ്യേറ്റക്കാരായി മാറിയത്. ഞങ്ങളങ്ങനെ തീരെ കുഞ്ഞിലെ എനിക്കൊരു 5-8 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഇവിടെ വന്നത്. അന്നേരം ഇവിടെ അങ്ങനെ ആദായങ്ങളൊന്നുമില്ല, കാട്ടുമൃഗങ്ങളുടെ വലിയൊരു ശല്യമൊന്നുമില്ല അന്നിവിടെ. അത് കഴിഞ്ഞ പിന്നെ ഈയിടെയൊക്കെയാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യമൊക്കെ ഇതുപോലെ വന്നത്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഫോറസ്റ്റുകാർ വന്ന് ശല്യം ചെയ്യാറുണ്ട്, എന്നാലും വലിയൊരു പ്രശ്നമില്ല. ഞങ്ങളെല്ലാം കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. പിന്നെ അന്നൊക്കെ ഇവിടെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പം മൊത്തം സ്ഥലത്തിനൊന്നും ആരും പട്ടയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിച്ചം വരുന്ന സ്ഥലങ്ങൾക്ക് പട്ടയം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സർവേയും ഒക്കെ അങ്ങനെയുള്ള കാര്യം സർവേ നടന്നില്ലെന്ന് തോന്നുന്നു. കൈവശരേഖ നിങ്ങൾക്ക് ആദ്യം തരാം എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനുശേഷം അപ്പം അന്ന് ഞാൻ പറഞ്ഞല്ലേ 93 പട്ടയം കിട്ടുമ്പോൾ എല്ലാ ആളുകൾക്കും പട്ടയം എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ പൈസയൊക്കെ കെട്ടി വെക്കുന്നതുകൊണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ സർവേ ഒക്കെ നടന്നു. ആരെയും കുടിയിറക്കില്ല എന്നാണ് വനം മന്ത്രി പറഞ്ഞത്. അപ്പോഴും പട്ടിക ഇല്ലാതാകുന്നില്ല. കാലങ്ങളായി കൃഷി ചെയ്യുന്ന ഭൂമി എങ്ങനെ വനഭൂമിയായെന്ന് ഇവർക്കറിയില്ല. മതികെട്ടാൻ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനായിരുന്നു പട്ടിക തയ്യാറാക്കിയത്. 2024 നിയമസഭയിൽ മന്ത്രി പറഞ്ഞ കയ്യേറ്റക്കാരുടെ പട്ടികയിലാണ് ഇവരും പെടുന്നത്. പക്ഷേ നാളിതുവരെയായി ഇവിടെ വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത സർവേ പോലും നടത്തിയിട്ടില്ല. സ്വന്തം ഭൂമിയിൽ കയ്യേറ്റക്കാരായി ജീവിക്കേണ്ട ഗതികേടിലാണ് മലയോര മേഖലയിലെ ഈ ജനത. 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.
ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ചികിത്സാ പിഴവ് ആരോപണം ഇപ്പോൾ ഇങ്ങനെ തുടർക്കഥയാവുന്നത് പലയിടങ്ങളിലും. ഇന്നിപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നുമാണ് ഒരു പുതിയ വാർത്ത വന്നത്. അവിടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഗുരുതരാവസ്ഥയിലായ ജാരിയത്ത് എന്ന 22-കാരി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത്. വീഴ്ചയില്ല എന്നും പ്രസവശേഷം യുവതിക്ക് രക്തസമ്മർദ്ദം കൂടിയെന്നുമാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് കൊല്ലം തേവലക്കര സ്വദേശിനി ജാരിയത്തിന്റെ ആരോഗ്യനില ഗുരുതരമായത്. പിന്നാലെ ആലപ്പുഴ വണ്ടാൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് യുവതിയുടെ മരണം സംഭവിച്ചത്. കരുനാഗപ്പള്ളി ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയിൽ പിഴവുണ്ടായെന്ന് ജാരിയത്തിന്റെ കുടുംബം ആരോപിച്ചു. അനസ്തേഷ്യ നൽകാൻ ഡോക്ടറെ പുറത്തുനിന്ന് കൊണ്ടുവരികയായിരുന്നു. അനസ്തേഷ്യ ഡോക്ടർക്ക് 2500 രൂപ ആവശ്യപ്പെട്ടെന്നും ബന്ധുക്കൾ. മയക്ക് ഡോക്ടർ തിരുവല്ലായിന്ന് വരുത്തണമെങ്കിൽ 2500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു. ദീപ്തി ഡോക്ടർ സിസ്റ്റർമാർ കഷ്ടം ഒന്നും ഉണ്ടെന്ന് അവർ ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ കുഞ്ഞിൻ്റെ രംഗവും കണ്ടുകൊണ്ട് നിൽക്കുക. പൈസ എൻ്റെ മോന് ഈ സിസ്റ്ററെ കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് ഈ ഡോക്ടർ വന്ന് മേടിച്ചുകൊണ്ട് പോയി. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ചികിത്സാ പിഴവായിട്ടല്ലാതെ നമ്മൾ സിസ്റ്ററിനൊക്കെ ചെയ്തു. പെട്ടെന്ന് അതിന്റെ BP കുറഞ്ഞു. എന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിട്ടു. സംഭവത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊല്ലം. മുൻപ് വന്നൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി ആമിന ബിബി, കൊച്ചുമകൾ മിഷേൽ മറിയം എന്നിവരാണ് മരിച്ചത്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, ദുഃഖകരമായൊരു വാർത്തയാണ് അവിടെ നിന്നും വരുന്നത്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് അപകടത്തിനിടയാക്കിയത്? ആ ഭാഗങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിവരങ്ങൾ എന്താണ്? മഴയല്ല, കാറിന്റെ നിയന്ത്രണം വിട്ടതാണ്. ഇവര് വാഗമൺ സന്ദർശിച്ച് തിരിച്ചു വരുന്ന ഒരു കുടുംബമാണ്. വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ഷാമോനും കുടുംബവുമാണ് കാറിൽ സഞ്ചരിച്ചു വരുന്നത്. തൊടുപുഴ പുളിയൻമല പാതയിൽ ശങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഈ കാറിലുണ്ടായിരുന്ന യാത്രക്കാരിൽ 2 പേരാണ് ആമിന ബീവിയും മിഷേലും. മിഷേല് 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഇതോടൊപ്പം തന്നെ ഷാമോന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഇവരെ പരിക്കുകളോടുകൂടി തൊടുപുഴയിലെ സെന്റ് മേരീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ എത്തി ഇവരെ പുറത്തേക്കെടുത്തപ്പോഴേക്കും കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആമിന ബീവിയുടെ മരണവും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിയോടുകൂടി തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. വാഗമൺ സന്ദർശിച്ച് തിരിച്ചു വരുന്നതിനിടയിൽ ശങ്കരപ്പള്ളി ഭാഗത്ത് വെച്ച് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷിയിൽ അടക്കമുള്ളവർ വിവരം നൽകിയത്. ആദ്യം പരിക്കുകളോട് ആശുപത്രിയിലേക്ക് എത്തി എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. പിന്നാലെയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇനി സംസ്ഥാനത്തെ മഴ സാഹചര്യം നോക്കാം. പേടിപ്പെടുത്തുന്ന തുലാമഴ. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പേമാരിയിൽ ഒരു ട്രാവലർ അപകടത്തിൽപ്പെടുന്നതും ഒഴുക്കിൽപ്പെടുന്നതും പിന്നീട് ഇന്നിപ്പോൾ അത് പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടെത്തിയതുമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നു. പമ്പാ നദിയിൽ അവിടെ ആറന്മുള മാലക്കര കടവിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നാണ് വാർത്ത. മാത്യു എന്ന ആളാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, എപ്പോഴാണ് ഈ ഒഴുക്കിൽപ്പെട്ടതായി അറിവ് ലഭിച്ചത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? യെസ്, പത്തനംതിട്ടയിൽ പമ്പാ നദിയിലെ ആറന്മുള മാലക്കര കടവിലാണ് ഈ അപകടം ഉണ്ടായത്. ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. മാത്യു എന്നയാളാണ് ഒഴുക്കിൽപ്പെട്ടത്. അവിടെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഒക്കെ അവിടെ തെരച്ചിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയ്, വിശദാംശങ്ങൾ.
അതായത് നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവിനെയാണ് വൈകിട്ടോടുകൂടി കാണാതാകുന്നത്. ആറന്മുള മാലക്കരയിലാണ് പമ്പാ നദിയിൽ ഇത്തരത്തിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ടത്. മാത്യു 34 വയസ്സാണ് ഇദ്ദേഹത്തിന് പ്രായം. എന്തായാലും ഫയർഫോഴ്സ് സ്കൂബ സംഘം മാത്യുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 7 ദിവസം മുമ്പ് പമ്പാ നദിയിൽ തിരുവനന്തപുരം സ്വദേശിയായ മുഹമ്മദ് അനീസിനെ കാണാതായിരുന്നു. ഈ തിരച്ചിലും സമാനമായ രീതിയിൽ തുടരുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ ആളുകൾ വെള്ളത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്ന സംഭവം പമ്പാ നദിയിൽ അത് ഇങ്ങനെ സ്ഥിരം കഥയാവുകയാണ്. പ്രജിൻ. ശരി, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇന്നലെ രാത്രിയിൽ കുമളിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നീരൊഴുക്ക് കൂടിയതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങളുമായി സ്വന്തം വീടുകളിൽ നിന്ന് ദിവസവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ട അവസ്ഥയിലാണ് ആളുകൾ. ഇന്നലെ രാത്രി 9 മണി മുതൽ 12 മണി വരെ പെയ്ത മഴയിലാണ് കുമളിയിൽ വെള്ളം പൊങ്ങിയത്. മിനിങ്ങാന്ന് വൈകിട്ട് കയറിയിട്ട് ഇന്നലെ എല്ലാം തൂത്തുവാരി എല്ലാം കഴുകിപ്പറക്കിയൊക്കെ ഇട്ടതാ. അന്നേരം തന്നെ ഇന്നലെ 9:30 മഴ പെയ്ത് കയറിയേക്കുന്നത്. കുമളി 1-ാം മൈലിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലാണ് മലവെള്ളപ്പാച്ചിലിന് കാരണം. കുമളി ആനവിലാസം റോഡിൽ പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലെ മൺകൂനയിൽ ബൈക്കിടിച്ചു കയറി വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതോടെ പെരിയാറിന്റെ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ഡാം തുറക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കയറുന്ന കറുപ്പാല ഏരിയയിലെ ഈ കർഷിക്കാട് ആറ്റോരമാണ് ഇത്. പിള്ളേരെ കൊണ്ട് ഇഞ്ചിക്കാട്ടി വിട്ടിരിക്കുക. ഞങ്ങള് ഒന്നും വയ്യാത്ത ഇതാ. രാത്രിയൊന്നും ഒരു പൊട്ടം ഇറങ്ങിയിട്ടില്ല. ഞങ്ങള് സാധനങ്ങളെല്ലാം എടുത്ത് റോഡിലോട്ട് കയറ്റിയിടും. ഇല്ലേ എല്ലാം കെട്ടി മേളി പൊക്കി എടുത്ത് വെക്കും. ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോഴത്തെ നിലയിൽ എല്ലാം അണ്ടർ കൺട്രോളാണ്. ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഡാമുകൾ തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിനിടെ കൂട്ടാർ ടൗണിലെ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ ട്രാവലർ കരക്കടുപ്പിച്ചു. വാഹനം പൂർണ്ണമായും തകർന്നു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.